എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 43, 44, 45, 46, 47, 48 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ദുർവാസാവ് മുനി അംബരീഷ മഹാരാജാവ് അദ്ദേഹം വരുന്നതിന് മുമ്പ് പാരണ സേവിച്ചതില് ക്രോധം സഹിക്കാൻ വയ്യാതെ അംബരീഷിന്റെ നേർക്ക് ഒരു ദുഷ്ടശക്തിയെ വിടുകയാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. മന്യുനാ പ്രചലൽ ഗാത്രോ ഭൃഗുടീകുടിലാനന ബുഭുക്ഷിതശ്ച സുതരാം കൃതാഞ്ജലിം അഭാഷത. സുതരാം ബുഭുക്ഷിതം ഏറ്റവും വിശപ്പുള്ളവനും, മന്യുന കോപത്താൽ, പ്രചലൽ ഗാത്ര പ്രചലിക്കുന്ന ശരീരത്തോടു കൂടിയവനും, ഭൃഗുടീകുടിലാനന ഭൃഗുടികളാൽ കുടിലമായ മുഖത്തോടു കൂടിയവനുമായിട്ട് കൃതാഞ്ജലിം അഞ്ജലി ചെയ്തു നിൽക്കുന്ന രാജാവിനോട് അഭാഷത പറഞ്ഞു. അതിഥിയായ താൻ വരുന്നതിനു മുമ്പ് പാരണ കഴിച്ചതിനെ ജ്ഞാനദൃഷ്ട്യാ കണ്ടറിഞ്ഞപ്പോ മഹാമുനി അങ്ങോട്ട് കോപിച്ചു. കോപം കൊണ്ട് മഹർഷിയുടെ ശരീരം ഇങ്ങനെ സർവാംഗം വിറയ്ക്കാൻ തുടങ്ങിയെന്നാ പറഞ്ഞു. പുരികങ്ങളുടെ ചലനങ്ങളാൽ മുഖം ഭയങ്കരമായിട്ട് ഭവിച്ചു. വിശപ്പിന്റെ ആധിക്യം ഈ അക്ഷമയെ ഒന്നുകൂടി ബലപ്പെടുത്തി. ഈ ഭാവപ്പകർച്ച കണ്ടില്ലേ? രാജാവിന് വല്ലാത്ത പരിഭ്രമം. രാജാവ് പരിഭ്രമിച്ച് സമീപത്തിലിങ്ങനെ തൊഴുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അഞ്ജലി ബന്ധിച്ചുകൊണ്ട് നിന്നു. അപ്പോ മഹർഷി ദേഷ്യത്തോടു കൂടിയിട്ട് രാജാവിനോട് പറയാണ്, അഹോ അസ്യ നൃശംസസ്യ ശ്രിയോന്മത്തസ്യ പശ്യത ധർമ്മവ്യതിക്രമം വിഷ്ണോ അഭഗതസ്യേശമാനിന. ഈശമാനിന ഈശ്വരൻ എന്ന് അഭിമാനിക്കുന്നവനും, ശ്രിയാ ഉന്മത്തസ്യ ഐശ്വര്യത്താൽ ഉന്മതിച്ചവനും, വിഷ്ണോ അഭഗതസ്യ വിഷ്ണുഭക്തനല്ലാത്തവനും, നൃശംസസ്യ ക്രൂര സ്വഭാവനുമായ അസ്യ ഇവന്റെ ധർമ്മവ്യതിക്രമം ധർമാതിക്രമത്തെ പശ്യത അഹോ നോക്കുവിൻ, കഷ്ടം. എല്ലാവരോടും പറയണ, ജനങ്ങളെ വിളിച്ചിട്ട് പറയണ, ഹേ ജനങ്ങളെ, എന്തൊരു അന്യായം ഇവൻ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? ഇവന്റെ അന്യായം നിങ്ങൾ നോക്കൂ. ഐശ്വര്യ ആധിക്യം നിമിത്തം ഇവന് ഭയങ്കര അഹങ്കാരം വന്നിരിക്കുകയാണ്. അഹങ്കാരത്തിന്റെ മതം, ഈശ്വരൻ എന്ന അഭിമാനം കലശല്. എന്നാലോ ഞാൻ ഈശ്വരനാണെന്നല്ല ആ ബോധം മാത്രമുണ്ട്. ലേശമെങ്കിലും ഭക്തിയുണ്ടോ? ആ വിഷ്ണു ഭക്തി ഇല്ലാത്ത ഈ രാജാവ് അതിനാൽ കർത്തവ്യ ബോധം, എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് അതിന്റെ ബോധമൊക്കെ നശിച്ച് ക്രൂര സ്വഭാവത്തോടു കൂടിയവനാണ് ഇവൻ. ഞാൻ വലിയ കേമൻ, ഞാൻ സ്വതന്ത്രൻ എന്നുള്ള അഭിമാനം കൊണ്ട് ധർമ്മം തെറ്റി നടക്കാൻ ധൈര്യമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ അതിക്രൂരനാ. ഞാൻ വരണതിന് മുമ്പ് ഭോജനം ചെയ്തില്ലേ എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ജനങ്ങളെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുക ആ ദുർവാസാവിന്റെ വാക്കുകൾ കേട്ടിട്ട്. യോ മാം അതിഥിം ആയാന്തം ആതിഥ്യേന നിമന്ത്ര്യ അദത്വാ ഭുക്തവാൻ തസ്യ സദ്യസ്തേ ദർശയേ ഫലം. യാതൊരുവൻ ആയാന്തം അതിഥിം മാം ആഗമിക്കുന്ന അതിഥിയായ എന്നെ ആതിഥ്യേന നിമന്ത്ര്യ അതിഥി സൽക്കാരം സ്വീകരിക്കണമെന്ന് ക്ഷണിച്ചിട്ട് അദത്വാ ദാനം ചെയ്യാതെ ഭുക്തവാൻ ഭുജിച്ചുവോ തസ്യ തേ ആ നിനക്ക് സദ്യ ഉടനെ തന്നെ ഫലം ദർശയെ ഫലം കാട്ടിത്തരാം. ചെയ്ത അക്രമം എന്താന്ന് നിനക്ക് മനസ്സിലായില്ലോ? ഞാനിങ്ങനെ ഗൃഹത്തില് ആഗതനായി വന്നപ്പോ അതിഥിയായ എന്നെ ആഹാരത്തിനായി ക്ഷണിച്ചു. എന്നിട്ട് എന്നെ ഭുജിപ്പിച്ചതിന് ശേഷമല്ലേ ഭുജിക്കേണ്ടത്? അങ്ങനെ ചെയ്യാതെ മുൻകൂട്ടി ഭക്ഷണം കഴിച്ചത് അന്യായല്ലേ? അങ്ങനെ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് ഇപ്പൊ തന്നെ ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ടതാ ഏവം ബ്രുവാണ ഉത്കൃത്യ ജഡാം രോഷവിദീവിത
തയാ സ നിർമ്മമേ തസ്മൈ ത്യാം കാലാനലോപമാം. ഏവം ബ്രുവാണ, ഇപ്രകാരം പറയുന്നവനായി, രോഷവീതിപിത, ക്രോധത്താൽ ഉജ്ജ്വലിക്കുന്നവനായിട്ട്, ജഡാമുൽകൃത്യ, ജഡയെ അഴിച്ചിട്ട്, തയാ, അതിനെ കൊണ്ട്, കാലാനലോപമാം, കാലാഗ്നി തുല്യയായ, കൃത്യാം, കൃത്യയെ, തസ്മൈ, രാജാവിനെ ഹനിക്കാനായിക്കൊണ്ട്, സഹ്, ആ ദുർവാസസ്, നിർമ്മമേ, നിർമ്മിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കോപം കൊണ്ട് ഇങ്ങനെ ഉജ്ജ്വലിച്ചുകൊണ്ട്, കോപ അഗ്നി കൊണ്ട് ഉജ്ജ്വലിച്ചു എന്നാ പറയണത്. അങ്ങനെയുള്ള ആ ജഡയെ അങ്ങോട്ട് അഴിച്ചു. ജഡയെ അഴിച്ച് അങ്ങോട്ട് നിലത്തടിച്ചു. നല്ല കെട്ടി വെച്ചിരിക്കുകയായിരുന്നു ദുർവാസ മഹർഷിയുടെ ജഡ. അതങ്ങോട്ട് അഴിച്ച് നിലത്തങ്ങോട്ട് അടിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ, പ്രളയാഗ്നി എന്ന പോലെ അതിക്രമിക്കാൻ കഴിയാത്ത വിധം ശക്തിയോടുകൂടിയ ആ കൃത്യ പറഞ്ഞിട്ട് ഒരു ദുർദേവത അംബരീഷനെ ഹനിക്കാനായിട്ട് അങ്ങോട്ട്, അവനെ കൊല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയാണ് ചെയ്യണത്. വധിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് വിടുക. താം ആപതന്തീം ജ്വലതിം ഹസിഹസ്താം പദാഭുവം വേപയന്തീ സമുദ്വീക്ഷ്യ ന ചചാല പദാം നൃപ. അസിഹസ്താം, കയ്യിൽ വാളോടുകൂടിയും, പദാ ഭുവം വേപയന്തീം, കാൽ കൊണ്ട് ഭൂമിയെ വിറപ്പിക്കുകയും, ജ്വലതീം, ജ്വലിക്കുകയും ചെയ്യുന്ന, ആപതന്തീം താം, നേരിട്ട് വരുന്ന അതിനെ, ഉദ്വീക്ഷ്യ, നന്നായി കണ്ടിട്ടും, സ നൃപ, ആ രാജാവ്, പദാൽ, കാലടിയിൽ നിന്ന്, നച്ചാല, ചലിച്ചില്ല. കയ്യിലിങ്ങനെ ഭയങ്കരമായിട്ടൊരു വാള് ധരിച്ചിട്ടുണ്ട്. നടക്കുമ്പോ ഇങ്ങനെ ഭൂമി ഇങ്ങനെ കിടന്ന് കുലുങ്ങാണ്. അതാണ് പാദന്യാസത്താൽ ഭൂമിയെ ഇങ്ങനെ ചലിപ്പിച്ചും തീ പോലെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് നേരിട്ട് വരുന്ന ആ കൃത്യയെ കണ്ടിട്ട് മഹാരാജാവിന് ഒരു കുലുക്കമുണ്ടായില്ല. അദ്ദേഹം കൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാൻ നാമം ഉരുവിട്ടുകൊണ്ട്, അത് തൊഴുതുകൊണ്ട് അങ്ങനെ അവിടുന്ന് ഒരടി നീങ്ങിയില്ല എന്നാ പറയുന്നത്. ഒട്ടും ഭയം തോന്നിയില്ല അദ്ദേഹത്തിന്. അങ്ങനെ അവിടെ തന്നെ നിന്നു, ഇളകിയില്ല. പ്രാഗ്ദിഷ്ടം ഭൃത്യരക്ഷായാം പുരുഷേണ മഹാത്മനാ ദദാഹ കൃത്യാം താം ചക്രം ക്രുദ്ധാഹിമിവ പാവക. മഹാത്മനാ പുരുഷേണ, മഹാത്മാവായ പുരുഷനാൽ, ഭൃത്യരക്ഷായാം, ഭൃത്യന്റെ രക്ഷയിൽ, പ്രാഗ്ദിഷ്ടം ചക്രം, മുമ്പ് തന്നെ നിയമിക്കപ്പെട്ട ചക്രം, ക്രുദ്ധാഹിം, ക്രോധിച്ച സർപ്പത്തെ, പാവക ഇവ, അഗ്നി എന്ന പോലെ, താം കൃത്യാം, ആ കൃത്യയെ, ദദാഹ, ദഹിപ്പിച്ചു. ആ ഭൃത്യനായ അംബരീഷ മഹാരാജാവിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് മുമ്പ് തന്നെ ഭഗവാൻ അല്ലെ, സർവേശ്വരനായ ശ്രീഹരി കൊടുത്തിട്ടുണ്ട് ആ സുദർശനം. ആ സുദർശനം ഇതങ്ങോട്ട് കണ്ടില്ലേ, ക്രോധിച്ച് നേർക്ക് പാഞ്ഞു വരുന്ന സർപ്പത്തെ അഗ്നി എന്ന പോലെ രാജാവിന്റെ നേരെ പാഞ്ഞു കൊണ്ടുപോകുന്ന ആ കൃത്യയെ അങ്ങോട്ട് ദഹിപ്പിച്ചു. കൃത്യ ദഹിച്ചുപോയി സുദർശന ചക്രത്തിന്റെ ജ്വാലയിൽ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.